ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അംബിക അവളുടെ ശവക്കുഴി മാന്തുക. വളരെ വൈകാതെ അവൾ അതിൽ വീഴും. സംശയം വേണ്ട. വിഷമിക്കാതിരിക്കെ. അമ്മ കയറി അവരെ കൈവയ്ക്കുമെന്നായിരുന്നു എന്റെ പേടി. മാറി നിക്കടി, അല്ലെങ്കിൽ നീ മേടിക്കും. കട്ടുമുടിക്കുന്നവനെ തല്ലി ശരിയാക്കണം. കൊട്ടുമുടിക്കുന്നവൻ നിങ്ങളുടെ ഈ വൃത്തികെട്ട മകനാ. അവനാദ്യം തല്ലി ശരിയാക്ക്. എന്റെ മോനെ പ്രതാപൻ ഇതുപോലെ ബെൽറ്റിനിട്ട് വലിച്ചു വാരി തല്ലിയപ്പോ ആദ്യം പൊട്ടിച്ചിരിച്ചതേ ദേ ഇവനാ. ഇവൻ ഇരിക്കട്ടെ ഒന്നുകൂടെ. നിങ്ങൾ ഇനി എന്റെ ചെറിയ തല്ലിയോ? തല്ലുകയല്ല, വേണ്ടി വന്നാ ഇവനെ ഞാൻ കൊല്ലും. നീ ആരാടി ഇത് ചോദിക്കാൻ? അമ്മ ഇതിൽ ഇടപെടും. അങ്ങനെ ഇടപെടാൻ പാടില്ല. ആകെ പ്രശ്നവും. എന്താടി നീ നിന്ന് കഥകളി കളിക്കുന്നേ? മന്ത്രി ഏതിന്റെ അഹങ്കാരമാണോ നിങ്ങൾക്ക്? ആണെങ്കി ഞാൻ നാട് മാത്രമല്ല ഈ വീടും ഭരിക്കും. ഇനി എന്റെ ചെറിയച്ഛനെ തൊടരുത്. എന്നാലേ അവനുള്ളത് നിനക്കിരിക്കട്ടെ. വേണ്ട സിസ്റ്റർ, വേണ്ട. ഈ സ്ത്രീക്ക് ഭ്രാന്തളകിയിരിക്കുക. ഇവരെ പിടിച്ച് ചങ്ങലിക്കിടണം. സിസ്റ്റർ വാ. എന്നെ അനുസരിച്ചില്ലെങ്കിലേ എല്ലാത്തിനെയും ഞാൻ ചങ്ങലക്കിടും. ഓർമ്മയിലിരിക്കട്ടെ. നടക്കടാ. എങ്ങനെ ശേരട്ട ഇവരുടെ ചവിട്ടുപടിയും കൊണ്ട് നമ്മളിവിടെ ജീവിക്കുന്നത്? നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടെങ്കിലും പോവാം. കടത്തിന്റെയിലോ റെയിൽവേ സ്റ്റേഷനിലോ ഒന്നും പോയി കിടക്കേണ്ട ഗതികേടൊന്നുമില്ലല്ലോ. നമുക്ക് തൽക്കാലം എന്റെ വീട്ടിലേക്ക് പോവാം. ബാക്കി കാര്യങ്ങള് അവിടെ ചെന്ന ശേഷം ആലോചിക്കാം. ഏട്ടൻ ഇങ്ങനെ കിടക്കുമ്പോ നമുക്ക് ഏട്ടനെ വിട്ടിട്ട് പോവാനാവോ യാമിനി? പിന്നെ ഈ പിശാചിനോടൊപ്പം നമ്മൾ എങ്ങനെ കഴിയും ശേഖരേട്ട? അവരും ശേഖരേട്ടനെ തല്ലി കണ്ടില്ലേ? ഞാനിതെങ്ങനെ സഹിക്കും? അപ്പോ ഇവിടെ ഇല്ലാതിരുന്ന ഭാഗ്യം. അല്ലെങ്കിൽ അവൾ ഇത് കണ്ട് സഹിക്കോ? അവരെന്റെ ചേച്ചിയും ഒരു സ്ത്രീയുമായിപ്പോയി. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവര് നമ്മളോട് പകരം വിട്ടിയതാ ചെറിച്ച. അച്ഛന്റെ മന്ത്രിസ്ഥാനം തട്ടിയെടുത്തില്ലേ, അതിന്റെ അഹങ്കാരം.
സമാധാനപ്പെട് ശേഖര. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. നീ കരയേണ്ട യാമിനി. ഇത് അണയാൻ പോകുന്ന ഒരു വിളക്കിന്റെ ആളിക്കത്തല. ദുഷ്ടന് ദൈവം പന പോലെ വളർത്തുമെന്ന് ബൈബിളിലൊരു വാചകമുണ്ട്. അതുപോലെ തന്നെ ദൈവം അതിനെ ചീന്തി കളയുകയും ചെയ്യും. അംബിക അവളുടെ ശവക്കുഴി മാന്തുക. വളരെ വൈകാതെ അവൾ അതിൽ വീഴും. സംശയം വേണ്ട. വിഷമിക്കാതിരിക്കെ. അമ്മ കയറി അവരെ കൈവയ്ക്കുമെന്നായിരുന്നു എന്റെ പേടി. അതാ ഞാൻ അവരെ വെറുതെ വിട്ടത്. ആരൊക്കെ വെറുതെ വിട്ടാലും ഞാൻ അവളെ വെറുതെ വിടില്ല യാമിനി. അവൾ എന്നെ നിന്നെ മാത്രമല്ല കരയിപ്പിക്കുന്നത്, നമ്മളെല്ലാവരെയോ. ആ സമയത്ത് രാജു ഇവിടെ ഇല്ലാതിരുന്നത് ഭാഗ്യം. അല്ലെങ്കിൽ ഇവിടെ കൊലപാതകം നടന്നേനെ. രാജു ഇപ്പൊ എവിടെയാ? വീട്ടിൽ നിന്ന് പോന്നു കാണുമോ? എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. അവരെന്നെ തല്ലിയ കാര്യം മാത്രം പറയണ്ട. ആ ഋതു, രാജു വീട്ടിലാണോ? അല്ല, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോ ബൈക്കിൽ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. വീട്ടിൽ എന്തുണ്ട് വിശേഷം? ആ, വീട്ടില് എല്ലാവരും നല്ല സങ്കടത്തിലാണ് ഋതു. രാജു വേഗം വരുമോ? ആ, ഞാൻ താമസിക്കില്ല, ഇപ്പൊ എത്താം. അവൾ എന്നെ തല്ലിയിരുന്നെങ്കിലും ഞാൻ ക്ഷമിച്ചേനെ. ഇതെന്റെ കുഞ്ഞിന് നേരെ അവള് കൈവച്ചു. അങ്ങനെ വിടാൻ പറ്റില്ല. കറണ്ട് പോയോ? ഇൻവേർട്ടർ ഉണ്ടല്ലോ, പിന്നെന്ത് പറ്റി?